Next topic is data visualization. What is meant by data visualization? Data visualization is the method by which we are able to represent the data as well as the facts in a pictorial format, so that we are able to have a better analysis, a quick review about what is happening now as well as what has happened in the past, and then we are able to always consider and have an outlook about the future. Data visualization എന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് അനാലിസിസ്, അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്കൂളിൻ്റെ ആണെങ്കിൽ അവരുടെ റിസൾട്ട് അനാലിസിസ് ഫോർ ദ പാസ്റ്റ് 5 years അല്ലെങ്കിൽ ഫോർ ദ പാസ്റ്റ് 10 years എന്നിങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് വളരെ നല്ല രീതിയിൽ അതിനെ കമ്പയർ ചെയ്യാനും, എങ്ങനെയാണ് കഴിഞ്ഞ വർഷത്തെ റിസൾട്ടും ഈ വർഷത്തെ റിസൾട്ടും തമ്മിൽ, അതല്ലെങ്കിൽ ഒരു 5 വർഷം മുൻപുള്ള റിസൾട്ടും ഈ വർഷത്തെ റിസൾട്ടും തമ്മിൽ എങ്ങനെയാണ് എന്നിങ്ങനെ ഡയഗ്രമാറ്റിക് ആയിട്ട് ഗ്രാഫിൻ്റെ സഹായത്തോടെ അല്ലെങ്കിൽ ബാർ ചാർട്ട്, അതുപോലെ പൈ പ്ലോട്ട് എന്നിങ്ങനെ പലതരത്തിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ അത് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് നല്ല രീതിയിലുള്ള ഗ്രോത്ത് ആണോ അതോ അത് നെഗറ്റീവ് ട്രെൻഡാണോ കാണിക്കുന്നത്. മാത്രമല്ല നെഗറ്റീവ് ട്രെൻഡ് ആണെങ്കിൽ അതിന് നമുക്ക് ഇനി എന്തൊക്കെ മോഡിഫിക്കേഷൻസ് വരുത്തണം എന്ന് നമുക്ക് തിങ്ക് ചെയ്യാനും അതനുസരിച്ച് ആവശ്യമായിട്ടുള്ള സ്റ്റെപ്സ് കൺസിഡർ ചെയ്യാനും കൂടി ഈ മെത്തേഡ് നമ്മളെ സഹായിക്കുന്നു. വിഷ്വലായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് കൊണ്ട് വളരെ പെട്ടെന്ന് എല്ലാവർക്കും അത് മനസ്സിലാക്കാനും അതനുസരിച്ച് അതിൽ എന്തെല്ലാം നമുക്കിനി മാറ്റങ്ങൾ വരുത്തണം എന്ന് തിരിച്ചറിയാനും ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. എക്സാമ്പിൾ ഡേറ്റാ വിഷ്വലൈസേഷന് മാറ്റ്പ്ലോട്ട്ലിബ് എന്ന് പറയുന്ന പൈത്തൺ ലൈബ്രറി അതിനുള്ള ഒരു ഉദാഹരണമാണ്. എന്താണ് ഈ പ്രോസസ് ഓഫ് ഡേറ്റാ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള എന്തൊക്കെയാണ് അവിടെ നടക്കണേ? ബെറ്റർ അനാലിസിസ്, നമുക്ക് വളരെ പെട്ടെന്ന് അനലൈസ് ചെയ്യാൻ സാധിക്കുന്നു. എന്താണ് ട്രെൻഡ്? ഇപ്പോൾ നമുക്കറിയാം എല്ലായിടത്തും ഇപ്പോൾ കൊറോണ വന്നതുകൊണ്ട് എന്തുണ്ടാവണു, അവർ ബെറ്റർ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറിനെ എല്ലാവരും നോക്കി കാണുന്നു. അപ്പോൾ ശരിക്കും കമ്പയർ ചെയ്താൽ 2019 2020 തമ്മിൽ കമ്പയർ ചെയ്താൽ എല്ലാ മേഖലകളിലും ഭയങ്കര നെഗറ്റീവ് ട്രെൻഡാണ് ഉണ്ടായത്. ബട്ട് എവറിബഡി ഈസ് ഹോപ്പിംഗ് ദാറ്റ് ഇൻ 2021 ഇറ്റ് വിൽ ബി ഇംപ്രൂവിങ്. അപ്പോൾ അതുപോലെ നമുക്ക് ഒരു ബെറ്റർ അനാലിസിസ് നടത്താം. ക്വിക്ക് ആക്ഷൻ, നമുക്ക് ഇനി അടുത്ത ഒരു ആക്ഷൻ എന്ത് സ്റ്റെപ്പ് എടുക്കണം, എങ്ങനെയായിരിക്കണം നമ്മൾ ഇംപ്രൂവ് ചെയ്യേണ്ടത് എന്നറിയാൻ സാധിക്കുന്നു. എക്സ്പ്ലോർ ബിസിനസ് ഇൻസൈറ്റ്സ്, പുതിയ ട്രെൻഡായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്. അതായത് ഇപ്പോൾ നമുക്കറിയാം ഈ വർഷം സ്കൂൾ ഉണ്ടായിരുന്നില്ല, അപ്പോൾ എല്ലാവരും ഓൺലൈൻ ക്ലാസ്, ഓൺലൈൻ ട്യൂട്ടറിങ്, ഓൺലൈനായിട്ടുള്ള സ്കൂൾ ക്ലാസ്സസ്. അപ്പോൾ ഓൺലൈൻ എന്ന ആ ട്രെൻഡ് വല്ലാതെ എല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അതുപോലെ വന്നപ്പോൾ എന്തുണ്ടായി, ബിസിനസ് മേഖലയിലാണെങ്കിലും എഡ്യൂക്കേഷൻ മേഖലയിലാണെങ്കിലും എല്ലായിടത്തും ആ ഓൺലൈൻ മീഡിയയ്ക്കുള്ള പ്രാധാന്യം കൂടി. അപ്പോൾ അതുപോലെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ബിസിനസ് ഇൻസൈറ്റ്സ്, ബിസിനസ് മേഖലകൾ, ഓൺലൈൻ ഷോപ്പിംഗ് മേഖലകൾ, അതുപോലുള്ള എല്ലാ ഓൺലൈൻ ബാങ്കിങ് എല്ലാത്തിൻ്റെയും യൂസ് ഭയങ്കരമായിട്ട് കൂടി. കാരണം എന്താണ്, ആൾക്കാർക്ക് പുറത്തു പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നതുകൊണ്ട്. അപ്പോൾ അതും നമുക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ അതേപോലെ ഗ്രാസ്പിംഗ് ദ ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, അപ്പോൾ ആൾക്കാരെല്ലാവരും എന്ത് ചെയ്യുന്നു, അവർ ഈ പുതിയതായിട്ട് വരുന്ന ട്രെൻഡുകൾ എന്താണ്, എങ്ങനെ നമുക്ക് അത് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ യൂസ് ചെയ്യിക്കാം, അതുപോലെ എങ്ങനെ നമ്മുടെ ഒഫീഷ്യൽ ലെവലിൽ അതിനെ കൊണ്ട് നമുക്ക് എന്തെല്ലാമാണ് പ്രയോജനമുണ്ടാകുന്നത്, ഇങ്ങനെ ബെറ്റർ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സ്റ്റഡി ചെയ്യാനും ആ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ നന്നായി മനസ്സിലാക്കാനും ഇത് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ആ ഒരു പ്രോസസ് ഓഫ് ഡേറ്റാ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി അത് വളരെ നല്ല രീതിയിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുതന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ യൂസ് എന്ന് പറയുന്നത്.